സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. ചാഞ്ചാട്ടത്തിനിടെ ഇടിവ്, രൂപ കയറി. ഇന്നത്തെ പവന് വില അറിയാം. കൊച്ചി, കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്ന് വൻ ഇടിവ്. 2000 രൂപയിൽ അധികം ഒരു പവന് കുറഞ്ഞു. ആഗോള വിപണിയിലും ഇന്ന് വിലക്കുറവ് പ്രകടമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം സ്വർണ്ണവിപണിയിലെ ചാഞ്ചാട്ടത്തിന് ഇടയാക്കിയിരുന്നു. എന്നാൽ ഇതില് കാര്യമില്ലെന്ന് മനസ്സിലായതോടെയാണ് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞത്. അതേസമയം വെള്ളി വില അല്പം കയറി. തിങ്കളാഴ്ച വലിയ മാറ്റമാണ് സ്വർണ്ണവിലയിൽ കണ്ടത്. രാവിലെയും ഉച്ചയ്ക്കുമായി 7500 രൂപ ഒരു പവൻമേൽ കുറഞ്ഞിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 2 തവണയായി 5600 രൂപ കയറുകയും ചെയ്തു. പവന് വില 1 ലക്ഷം രൂപയിൽ താഴേക്കെത്തിയത് ആഭരണം വാങ്ങാനിരിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. ഇതിനിടെയാണ് വില കൂടിയത്. എന്നാൽ ഇന്ന് സ്വർണ്ണവിലയിൽ വൻ കുറവ് രേഖപ്പെടുത്തി. കേരളത്തില് 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 12865 രൂപയാണ് ഇന്നത്തെ വില. 270 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം പവന് 2160 രൂപ കുറഞ്ഞ് 1,02,920 രൂപയായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് പവന് 4000 രൂപ വർദ്ധിച്ച് 1,05,080 രൂപയിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇന്നത്തെ ഇടിവ്. ഈ വിലയിൽ നിൽക്കുമെന്ന് ഇനിയും ആശ്വസിക്കാനായിട്ടില്ല. അതേസമയം വെള്ളിയുടെ വില 235 രൂപയായി വർദ്ധിച്ചു. 10 ഗ്രാമിന് 2350 രൂപയായി. കേരളത്തിലെ 18 കാരറ്റ് ഗ്രാമിന് 10,575 രൂപയാണ് ഇന്നത്തെ വില. ഒരു പവന് 84,600 രൂപയും. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 8,235 രൂപയും പവന് 65,880 രൂപയുമായി. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 5,315 രൂപയും പവന് 42,520 രൂപയുമായി. ആഭരണം മാത്രം വാങ്ങുക എന്ന ലക്ഷ്യമുള്ള ഉപഭോക്താക്കൾക്ക് ഈ സ്വർണം വാങ്ങാവുന്നതാണ്. 22 കാരറ്റിനേക്കാൾ വലിയ വിലക്കുറവാണ് ഈ സ്വർണ്ണങ്ങൾക്ക്. വിപണിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അറിയാം. പശ്ചിമേഷ്യയിലെ സംഘർഷം സ്വർണ്ണവിപണിയെ സാരമായി ബാധിക്കുന്നുണ്ട്. യുദ്ധം ശക്തമാകുമ്പോൾ പണപ്പെരുപ്പം വർദ്ധിക്കുമെന്ന് കരുതിയാണ് സ്വർണം വിട്ട് നിക്ഷേപകർ ഡോളറിലേക്കും ബോണ്ടുകളിലേക്കും തിരിയുന്നത്. എന്നാൽ യുദ്ധം അവസാനിക്കുമെന്ന സൂചന ലഭിക്കുമ്പോൾ തന്നെ കൂടുതൽ പേര് സ്വർണ്ണത്തിലേക്ക് തിരിച്ചുവരികയാണ്. ഇതാണ് വിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണം. ഈ മാസം സ്വർണ്ണവിലയിൽ 27,000 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഉപഭോക്താക്കൾക്കും ജ്വല്ലറി വ്യാപാരികൾക്കും ഒരുപോലെ പ്രതീക്ഷ നൽകിയിരുന്നു ഈ വില ഇടിവ്. എന്നാൽ ഏത് സമയവും വില തിരിച്ചുകയറിയേക്കാമെന്ന് വിപണി നിരീക്ഷകർ പറയുന്നു. ഇതിനിടെയാണ് ട്രംപ് യുദ്ധം അവസാനിക്കുമെന്ന സൂചന നൽകിയത്. തൊട്ടുപിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം നടത്തിയതോടെ റിപ്പോർട്ടുകൾ മാറിമറിഞ്ഞു. ഇന്ത്യൻ രൂപ അല്പം മെച്ചപ്പെട്ടു എന്നതാണ് ഇന്നത്തെ വിപണിയിലെ പ്രധാന മാറ്റം. 94 കടന്ന് താഴേക്ക് വീണ രൂപ ഇന്ന് 93.70 എന്ന നിരക്കിലേക്ക് തിരിച്ചുകയറി. ഓഹരി വിപണിയിൽ അല്പം മുന്നേറ്റം കാണിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില 112 നിന്ന് 103 വീണു. ഡോളർ സൂചിക 99.40 എന്ന നിരക്കിലാണുള്ളത്. ആഗോള വിപണിയിലെ സ്വർണ്ണവില $4,340 വീണിട്ടുണ്ട്.